സംഭാഷണങ്ങൾക്കിടയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഷേ ഞാൻ എന്തിനാ അപ്പോ അങ്ങനെ പ്രതികരിച്ചത്? അല്ലെങ്കിലൊരു വാക്കുതർക്കം കഴിഞ്ഞ് അതെ അതെ, അയാൾ എന്താ ശരിക്കും ഉദ്ദേശിച്ചത് എന്നൊക്കെ. നമ്മുടെ സംസാരങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും പിന്നിലെ ആ ഒരു സൈക്കോളജി, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ആശയത്തിലേക്കാണല്ലേ? അതെ, അമേരിക്കൻ സൈക്യാട്രിസ്റ്റായ എറിക് ബേൺ വികസിപ്പിച്ചെടുത്ത ട്രാൻസാക്ഷണൽ അനാലിസിസ്, അല്ലെങ്കിൽ നമ്മൾ TA എന്ന് ചുരുക്കി പറയൂ. TA ഇതൊരു വലിയ തിയറി എന്നതിലുപരി നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു കണ്ണാടി പോലെയാണെന്ന് പറയാം. ഒരു കണ്ണാടി, വളരെ ശരിയാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഇതാണ്. ഈ ആശയങ്ങൾ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരാണ് ശരിക്കും സംസാരിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ രക്ഷകർത്താവോ, കുട്ടിയോ, അതോ ഒരു മുതിർന്ന വ്യക്തിയോ? ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതിയല്ലേ? മതി. പല ആശയക്കുഴപ്പങ്ങളും അവിടെ തീരും. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? തീർച്ചയായും. ബേണിന്റെ സിദ്ധാന്തപ്രകാരം നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു 3 വ്യത്യസ്ത ഞാനുണ്ട്. 3 പേരോ? അതെ, അദ്ദേഹം അതിനെ ഈഗോ സ്റ്റേറ്റുകൾ എന്നാ വിളിക്കുന്നത്. ഒരു രക്ഷകർത്താവ്, അതായത് പാരന്റ്. ഓക്കേ. ഒരു മുതിർന്ന വ്യക്തി, അഡൽട്ട്. പിന്നെ ഒരു കുട്ടിയും, ചൈൽഡ്. ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അച്ഛനും അമ്മയൊന്നും അല്ല അല്ലേ? അല്ല, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന 3 അവസ്ഥകൾ, അത്രയുള്ളൂ. അപ്പോ ചിലപ്പോ നമ്മളൊരു കാരണമില്ലാതെ ദേഷ്യപ്പെടും, ചിലപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിക്കും, മറ്റു ചിലപ്പോ വളരെ പക്വതയോടെ കാര്യങ്ങളെ കാണും. ഇതിനെയാണ് ഈ ഈഗോ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അത് തന്നെ. അതിൽ ആദ്യത്തേതാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റ്. പാരന്റ് ഉണ്ടല്ലോ. ഉണ്ട്. ഒന്ന് എപ്പോഴും വിമർശിക്കുന്ന, നിയമങ്ങൾ പറയുന്ന ക്രിറ്റിക്കൽ പാരന്റ്. ഉദാഹരണത്തിന് ഓഫീസിലെ മാനേജർ ഈ റിപ്പോർട്ട് തീർക്കാതെ ഇന്നാരും വീട്ടിൽ പോകണ്ട എന്ന് പറയുന്നത്. കൃത്യം, അത് ക്രിറ്റിക്കൽ പാരന്റാണ്. എന്നാൽ അതിന്റെ മറുവരവുമുണ്ട്, നർച്ചറിംഗ് പാരന്റ്. സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന ആ ഒരു ഭാവം. അതെ, അതേ മാനേജർ തന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സാരമല്ല, വിഷമിക്കണ്ട, നമുക്ക് ഒരുമിച്ച് ശരിയാക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഉണരുന്നത് നർച്ചറിംഗ് പാരന്റാണ്. അത് തന്നെ. പക്ഷേ ഒരു സംശയം, എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ നർച്ചറിംഗ് പാരന്റ് നല്ലതല്ലേ? നല്ല ചോദ്യമാണ്. പക്ഷേ ഒരാൾക്ക് ആവശ്യമില്ലാത്ത സഹായം നൽകി അവരെ ഒരുതരം ആശ്രിതരാക്കി മാറ്റുന്നതും ഈ നർച്ചറിംഗ് പാരന്റിന്റെ ഒരു പ്രശ്നമാണ്. ഓ ശരിയാണ്. എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ഈഗോ സ്റ്റേറ്റിന്റെ പ്രസക്തി, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. നമ്മുടെ ഉള്ളിലെ യുക്തിവാദി. അതെ, വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഇവിടെയും ഇപ്പോഴുമുള്ള യാഥാർത്ഥ്യങ്ങളെ ഒരു കമ്പ്യൂട്ടർ പോലെ വിശകലനം ചെയ്യുന്ന ഭാഗം. എന്താണ് സംഭവിച്ചത്, ഇതിന്റെ കാരണമെന്ത്, പരിഹാരമെന്ത് എന്നൊക്കെ ചിന്തിക്കുന്നത്. അതെ, പാരന്റ് പഴയ കാര്യങ്ങളെക്കുറിച്ച് പറയും, ചൈൽഡ് പഴയ വികാരങ്ങളെക്കുറിച്ചും. പക്ഷേ അഡൾട്ട് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ഒരു പ്രശ്നം വരുമ്പോ അയ്യോ എല്ലാം പോയി എന്ന് നിലവിളിക്കാതെ, അല്ലെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് കുറ്റപ്പെടുത്താതെ, ശരി ഇനി അടുത്തത് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ശാന്തമായി ചിന്തിക്കുന്ന ആ അവസ്ഥ, അതാണ് അഡൾട്ട്. തീർത്തും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്, ഒരുപക്ഷെ ഏറ്റവും ശക്തമായത്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. നമ്മുടെ ഉള്ളിലെ കുട്ടി. അതെ, കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെയാണോ പെരുമാറിയത് അതേ രീതിയിൽ ഇപ്പോഴും പ്രതികരിക്കുന്ന അവസ്ഥ. ഇതിനും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നാച്ചുറൽ ചൈൽഡ് അല്ലേ, യാതൊരു നിയന്ത്രണവുമില്ലാതെ സന്തോഷം വരുമ്പോ പൊട്ടിച്ചിരിക്കുന്ന, സങ്കടം വരുമ്പോ കരയുന്ന, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഭാവം. ഒരു പുതിയ ആശയം കേൾക്കുമ്പോൾ ഹായ് അടിപൊളി എന്ന് പറയുന്ന ഒരു ആവേശം. അത് തന്നെ. എന്നാൽ മറ്റൊന്നുണ്ട്, അഡാപ്റ്റഡ് ചൈൽഡ്. അതെങ്ങനെയാ? അത് നമ്മൾ പഠിച്ചെടുത്ത പെരുമാറ്റമാണ്. മുതിർന്നവരെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ധിക്കരിക്കാനോ വേണ്ടി. തെറ്റു ചെയ്യുമ്പോ സോറി ഇനി ആവർത്തിക്കില്ല എന്നു പറയുന്ന അനുസരണയുള്ള കുട്ടി. അതും ഞാനിത് ചെയ്യില്ല, എന്നെക്കൊണ്ടാവില്ല എന്ന് വാശി പിടിക്കുന്ന കുട്ടിയും ഈ അഡാപ്റ്റഡ് ചൈൽഡിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ 3 ഈഗോ സ്റ്റേറ്റുകളും മാറി മാറി ഉപയോഗിക്കുന്നതാണ് ആരോഗ്യകരം. അതെ. പക്ഷേ നമ്മുടെ സംഭാഷണങ്ങളിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെയല്ലേ ട്രാൻസാക്ഷൻസ് വരുന്നത്? ആണ്. പക്ഷേ അതിനു മുൻപ് സ്ട്രോക്ക് എന്നൊരു ചെറിയ ആശയം കൂടി മനസ്സിലാക്കണം. സ്ട്രോക്ക്? വെള്ളവും ഭക്ഷണവും പോലെ മനുഷ്യന് അത്യാവശ്യമായ ഒന്നാണ് മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരം. TA ഇതിനെയാണ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഒരു തലോടൽ, ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്. എന്തിന്? ഒരു വിമർശനം പോലും ഓരോ സ്ട്രോക്കാണ്. ഒരു വിമർശനം എങ്ങനെയാണ് സ്ട്രോക്ക് ആകുന്നത്? കാരണം ഒരു സ്ട്രോക്കും കിട്ടാത്ത അവസ്ഥ, അതായത് പൂർണ്ണമായ അവഗണന,
അതിനേക്കാൾ ഭേദമാണ് ഒരു നെഗറ്റീവ് സ്ട്രോക്കെങ്കിലും കിട്ടുന്നത് എന്ന് നമ്മുടെ മനസ്സ് ചിന്തിക്കും. ഓ ശരിയാണ്. ചില കുട്ടികൾ വഴക്ക് കേൾക്കാൻ വേണ്ടി തന്നെ കുസൃതി കാണിക്കാറുണ്ട്. അതുതന്നെ. അപ്പോൾ ഈ സ്ട്രോക്കുകളുടെ കൈമാറ്റത്തെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കേ, അപ്പോൾ രണ്ടുപേർ സംസാരിക്കുമ്പോൾ അവരുടെ ഈഗോ സ്റ്റേറ്റുകൾ തമ്മിൽ സ്ട്രോക്കുകൾ കൈമാറുന്നു. അതെ. ഇത് നേരായ വഴിക്ക് പോകുമ്പോൾ സംഭാഷണം സുഗമമാകും. അതാണ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ അല്ലേ? അതെ. സംഭാഷണം പ്രതീക്ഷിച്ച പോലെ മുന്നോട്ടു പോകുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ അഡൾട്ട് സ്റ്റേറ്റിൽ ചോദിക്കുന്നു, ഈ മീറ്റിംഗ് എപ്പോഴാ? ഞാൻ അഡൾട്ട് സ്റ്റേറ്റിൽ മറുപടി പറയുന്നു, കൃത്യം 10 മണിക്ക്. അവിടെ പ്രശ്നങ്ങളില്ല. അതുപോലെ ഒരു മാനേജർ, പാരന്റ് ദേഷ്യത്തോട് ചോദിക്കുന്നു, എന്താ ഈ ഫയൽ ഇതുവരെ തീർക്കാത്തത്? ജോലിക്കാരൻ ഒരു ചൈൽഡ് സ്റ്റേറ്റിൽ ഭയത്തോടെ പറയുന്നു, ക്ഷമിക്കണം സർ, തിരക്കുമൂലം പറ്റിയില്ല. ഇതും കോംപ്ലിമെന്ററിയാണ്. കാരണം പാരന്റിന്റെ ചോദ്യത്തിന് ചൈൽഡ് പ്രതീക്ഷിച്ച മറുപടി നൽകി. എന്നാൽ എപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ സുഗമമായിരിക്കില്ലല്ലോ. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. സംഭാഷണം വഴിമുട്ടുന്ന ക്രോസ്ഡ് ട്രാൻസാക്ഷൻ. ആ ഇവിടെയാണ് ബന്ധങ്ങളിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നത്. ഒരാൾ ഒരു ഈഗോ സ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ മറ്റേയാൾ അപ്രതീക്ഷിതമായ ഒരു സ്റ്റേറ്റിൽ നിന്ന് പ്രതികരിക്കുന്നു. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഭർത്താവ് വീട്ടിൽ വന്നിട്ട് അഡൾട്ട് സ്റ്റേറ്റിൽ പറയുന്നു, ഇന്ന് കറന്റ് ബിൽ അടക്കാനുള്ള അവസാന ദിവസമാണ്. ഇതൊരു വസ്തുതയാണ്. ഓക്കെ. എന്നാൽ ഭാര്യ ഒരു ക്രിട്ടിക്കൽ പാരന്റ് സ്റ്റേറ്റിൽ നിന്ന് പ്രതികരിക്കുന്നു, നിങ്ങൾക്കിതൊന്നും നേരത്തെ ഓർത്തുകൂടെ, എല്ലാത്തിനും അവസാന നിമിഷം തന്നെ വേണം. തീർന്നു. അവിടെ സംഭാഷണം നിന്നു. ഭർത്താവ് പ്രതീക്ഷിച്ചത്, ഓ ശരിയാണല്ലോ എന്നൊരു അഡൾട്ട് മറുപടിയാണ്. കിട്ടിയതോ ഒരു കുറ്റപ്പെടുത്തലും. അവിടെ വഴക്ക് തുടങ്ങി. ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമതൊന്നുണ്ട്, കുറച്ചുകൂടി സങ്കീർണമായത്, അൾട്ടീരിയർ ട്രാൻസാക്ഷൻ. നമ്മൾ ഒന്ന് പറയുകയും മറ്റൊന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുന്നതും. അതെ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൈക്കോളജിക്കൽ ഗെയിമുകൾ എന്ന് ബേൺ വിളിക്കുന്ന കളികൾ നടക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു സെയിൽസ്മാൻ നിങ്ങളോട് പറയുന്നു, ഈ ഉൽപ്പന്നം വളരെ മികച്ചതാണ്, പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്കിത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യക്ഷത്തിൽ ഇതൊരു അഡൾട്ട് പ്രസ്താവനയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശം, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിക്കാണിക്കൂ എന്നൊരു വെല്ലുവിളിയാണ്. അതെ, അത് നമ്മുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. വളരെ ശരിയാണ്. അപ്പോ നമ്മുടെ സംഭാഷണങ്ങൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകാൻ കാരണം ആ നിമിഷത്തെ ഒരു തെറ്റായ പ്രതികരണം കൊണ്ടാണോ? അതോ അതിലും ആഴത്തിലുള്ള കാരണങ്ങളുണ്ടോ? അവിടെയാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ, അതായത് ലൈഫ് പൊസിഷനുകൾ വരുന്നത്. അതെ. കുട്ടിക്കാലം മുതൽ രൂപപ്പെടുന്ന ചില കാഴ്ചപ്പാടുകൾ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന 4 കണ്ണടകൾ പോലെയാണല്ലേ ഇത്? നല്ല രൂപമയാണ്. നമ്മൾ നമ്മളെയും മറ്റുള്ളവരെയും എങ്ങനെ കാണുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള 4 നിലപാടുകൾ. അതിലേറ്റവും ആരോഗ്യകരമായ ഒന്നാമത്തെ നിലപാടാണ്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ ശരിയാണ്, നിങ്ങളും ശരിയാണ്. എനിക്കും കഴിവുകളുണ്ട്, നിങ്ങൾക്കും കഴിവുകളുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നൊരു സഹകരണത്തിന്റെ നിലപാട്. രണ്ടാമത്തേത് ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഞാനത്ര പോരാ, പക്ഷെ മറ്റുള്ളവരെല്ലാം മിടുക്കരാണ്. ഇത് അപകർഷതാബോധത്തിലേക്ക് നയിക്കും. ഇതിന്റെ നേരെ വിപരീതമാണ് മൂന്നാമത്തേത്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനാണ് ശരി, നിങ്ങൾക്കെല്ലാം എന്തോ കുഴപ്പമുണ്ട്. മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു രീതി. അവസാനത്തേത് ഏറ്റവും നിരാശാജനകമായ ഒന്നാണ്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. എന്നെക്കൊണ്ടും ഒന്നിനും കൊള്ളില്ല, ഈ ലോകം കൊണ്ടും ഒരു പ്രയോജനവുമില്ല, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണ്? ഇതിൽ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന ആരോഗ്യകരമായ നിലപാടൊഴികെ ബാക്കി മൂന്നും കുട്ടിക്കാലത്ത് നമ്മൾ അറിയാതെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. എന്നാൽ പ്രായപൂർത്തിയായ ശേഷം നമ്മുടെ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് ഉപയോഗിച്ച് ബോധപൂർവം ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന നിലപാടിലേക്ക് മാറാൻ നമുക്ക് സാധിക്കും. അത് വലിയൊരു പ്രത്യാശയാണ്, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാൻ നമുക്ക് കഴിയുമെന്നത്. തീർച്ചയായും. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ പഴയ നിലപാടുകളിൽ കുടുങ്ങിപ്പോകുമല്ലോ. അതിനുവേണ്ടി നമ്മൾ ചില സൈക്കോളജിക്കൽ ഗെയിമുകൾ കളിക്കാറുണ്ടെന്നും പറയുന്നു. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ അൾട്ടീരിയർ ട്രാൻസാക്ഷനുകളുടെ ഒരു പരമ്പരയാണിത്. ഇതിനൊരു ഒഴിഞ്ഞിരിക്കുന്ന ഉദ്ദേശ്യമുണ്ടാകും. അവസാനം കളിക്കുന്ന രണ്ടുപേർക്കും ഒരുതരം നെഗറ്റീവ് വികാരം, അതായത് കുറ്റബോധമോ ദേഷ്യമോ ഒക്കെ സമ്മാനിക്കുകയും ചെയ്യും. ഈ കളികളിലൂടെ നമ്മൾ നമ്മുടെ പഴയ ലൈഫ് പൊസിഷനുകൾ വീണ്ടും ഉറപ്പിക്കുകയാണ്. അതെ, ഞാൻ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മറ്റുള്ളവരെ കൊണ്ട് തന്നെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
ഇതിൽ ആളുകൾ 3 റോളുകൾ മാറി മാറി കളിക്കുമെന്നും പറയുന്നുണ്ടല്ലോ. ഇര, പീഡിപ്പിക്കുന്നയാൾ, രക്ഷകൻ. ഉണ്ട്. ഡ്രാമ ട്രയാങ്കിൾ എന്ന് പറയും. എന്നെ ചവിട്ടു അഥവാ കിക്ക് മീ എന്നൊരു കളിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ്? കിക്ക് മീ കളിക്കുന്നൊരാൾ മറ്റുള്ളവർ തന്നെ വിമർശിക്കാനോ ശിക്ഷിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ മനഃപൂർവ്വമല്ലാതെ ഉണ്ടാക്കും. സ്ഥിരമായി മീറ്റിംഗിന് വൈകി എത്തുന്നത് പോലെ. അതുതന്നെ. ഒടുവിൽ മാനേജർ വഴക്ക് പറയുമ്പോൾ ഉള്ളിൽ അയാൾ ചിന്തിക്കും, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് തന്നെയാണ് കിട്ടേണ്ടത്. അങ്ങനെ ഞാൻ ശരിയല്ല എന്ന തന്റെ അടിസ്ഥാന വിശ്വാസം അയാൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതം ഒരു നാടകം പോലെ ആക്കുകയാണ്. ഒരു പരിധിവരെ അതെ. ഈ കളികൾക്ക് പിന്നിൽ നമ്മളെ നയിക്കുന്ന ചില ആന്തരിക ശക്തികളുണ്ട്. ഡ്രൈവറുകൾ. എന്താണത്? നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് പറഞ്ഞ നന്നായി പഠിക്കണം, മിടുക്കനാകണം തുടങ്ങിയ സന്ദേശങ്ങൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയ 5 അടിസ്ഥാന നിർദ്ദേശങ്ങളാണിത്. ഇവ ഒരു പരിധിവരെ നല്ലതാണെങ്കിലും സമ്മർദ്ദത്തിലാകുമ്പോൾ പ്രശ്നമാകും. അതെ. ഒന്നാമത്തേത് ബി പെർഫെക്റ്റ്, തികഞ്ഞവനാകുക. ഒരു ചെറിയ തെറ്റുവരുത്തിയാൽ പോലും സ്വയം ഒരുപാട് പഴിചാരുന്നവർ. രണ്ടാമത്തേത് പ്ലീസ് പീപ്പിൾ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക. ഇല്ലേ എന്ന് പറയാൻ കുറ്റബോധം തോന്നുന്ന ആളുകൾ. അതെ. ഇത് നിങ്ങളെ ഒരു നല്ല സുഹൃത്താക്കുമെങ്കിലും പലപ്പോഴും നിങ്ങൾ സ്വയം എരിഞ്ഞു തീരാൻ കാരണമാകും. മൂന്നാമത്തേത് ട്രൈ ഹാർഡ്, അല്ലേ? കഠിനമായി ശ്രമിക്കുക. ഇവർ ഒരു കാര്യം പൂർത്തിയാക്കുന്നതിനേക്കാൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെടും, പക്ഷേ ഒന്നും പൂർത്തിയാവണമെന്നില്ല. നാലാമത്തേത് ഹരിയപ്പ്, വേഗമാകട്ടെ, എപ്പോഴും തിരക്കിലായിരിക്കും. അവസാനത്തേത് ബി സ്ട്രോങ്, ശക്തനായിരിക്കുക. വികാരങ്ങൾ പുറത്തു കാണിക്കുന്നത് ഒരു ബലഹീനതയായി കാണുന്നവർ എന്തു പ്രശ്നം വന്നാലും ഒറ്റയ്ക്ക് നേരിടാൻ ശ്രമിക്കും. ഈ ഡ്രൈവറുകൾ തിരിച്ചറിയുന്നത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുമല്ലോ. തീർച്ചയായും. നിങ്ങളുടെ പ്രധാന ഡ്രൈവർ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ അതിന് വിപരീതമായി പ്രവർത്തിക്കാൻ സ്വയം ഒരു അനുവാദം നൽകാൻ സാധിക്കും. ബി പെർഫെക്റ്റ് ഉള്ള ഒരാൾക്ക് ചില തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ് എന്ന് സ്വയം പറയാം. ബി സ്ട്രോങ് ഉള്ളയാൾക്ക് സഹായം ചോദിക്കുന്നത് ശക്തിയുടെ ലക്ഷണമാണ് എന്നും ഓർമ്മിപ്പിക്കാം. അപ്പോൾ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ടൂൾ ബോക്സ് പോലെയാണ്. അതെ. നമ്മുടെ ഉള്ളിലെ പാരന്റ്, അഡൽട്ട്, ചൈൽഡ് എന്നിവയെ തിരിച്ചറിയുക. നമ്മുടെ സംഭാഷണങ്ങളെ നിരീക്ഷിക്കുക, നമ്മൾ കളിക്കുന്ന കളികൾ നിർത്തുക. ഇതെല്ലാം നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും ഔദ്യോഗിക ജീവിതത്തെയും ഒരുപോലെ മെച്ചപ്പെടുത്തും. ഇതിലേറ്റവും പ്രധാനം നമ്മുടെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിനെ ശക്തിപ്പെടുത്തുക എന്നതാണല്ലേ? അതെ. പാരന്റിന്റെ മുൻവിധികളോ ചൈൽഡിന്റെ പഴയ ഭയങ്ങളോ അല്ല, ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തി തീരുമാനമെടുക്കാനുള്ള കഴിവ് നമ്മുടെ അഡൽട്ടിനുണ്ട്. ആ ശക്തി ഉപയോഗിക്കുക. തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ചിന്ത ഇതാണ്. ഈ ആശയങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു തർക്കമോ സംഭാഷണമോ ഓർത്തെടുക്കുക. ഒരുപക്ഷെ പങ്കാളിയുമായോ സഹപ്രവർത്തകനുമായോ അല്ലെങ്കിൽ മാതാപിതാക്കളുമായോ. അടുത്ത തവണ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. ഇപ്പോൾ എന്റെ ഏത് ഈഗോ സ്റ്റേറ്റാണ് സംസാരിക്കുന്നത്, മറ്റേയാൾ ഏത് സ്റ്റേറ്റിലാണ്? ആ ഒരു തിരിച്ചറിവ് മാത്രം മതി. അത് മതി. ഒരു ഗെയിം ഒഴിവാക്കി കൂടുതൽ ആരോഗ്യകരമായ ഒരു അഡൽട്ട് ടു അഡൽട്ട് സംഭാഷണത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ മാറ്റം നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് വ്യത്യാസമാണുണ്ടാക്കുക?